ഓസ്ട്രേലിയൻ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ കാത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ കടുപ്പമേറിയ പോരാട്ടങ്ങളാണ്. 2 ടെസ്റ്റ്, 3 ഏകദിനം, 5 T20 മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഈ പരമ്പര അടുത്ത ലോകകപ്പ് സൈക്കിളിലേക്ക് ഇന്ത്യയുടെ ക്രിക്കറ്റ് പ്ലാനുകൾ എങ്ങനെയായിരിക്കുമെന്ന് സൂചന നൽകുന്ന ഒന്നായിരിക്കും. ടെസ്റ്റ് ടീമിനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി പ്രഖ്യാപിച്ച ഇന്ത്യ എ ടീമാണ് ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ കീഴിൽ 2027 ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു യുവനിരയെ വാർത്തെടുക്കാനുള്ള വ്യക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ എ ടീം സെലക്ഷൻ ഇന്ത്യയുടെ ഭാവി പദ്ധതികളിലേക്ക് യുവതാരങ്ങളെ എത്രമാത്രം ഗൗരവമായി പരിഗണിക്കുന്നു എന്നതിന്റെ നേർചിത്രം കൂടിയാണ്. യുവ പ്രതിഭകൾക്ക് അവസരം നൽകിയിട്ടുള്ള ഈ ടീം പ്രഖ്യാപനത്തിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അഭാവമാണ് ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്ഥിരതയില്ലാത്ത സെലക്ഷൻ പോളിസികളുടെ ഇരയായി പലപ്പോഴും വിലയിരുത്തപ്പെടുന്ന സഞ്ജു സാംസൺ ഈ എ ടീമിൽ നിന്ന് തഴയപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ ഏകദിന കരിയർ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. 2027 ലോകകപ്പിനായുള്ള ദീർഘകാല പദ്ധതികളിൽ സഞ്ജുവിന് സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുന്ന നീക്കമായി ഇതിനെ വിലയിരുത്തുന്നതിലും തെറ്റില്ല. ഇന്ത്യയുടെ യുവനിരയെ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗംഭീർ ഭാവിയിലേക്കുള്ള സാധ്യതകളെ പരിഗണിക്കുമ്പോൾ സഞ്ജുവിനെ പോലുള്ള താരങ്ങൾ സ്വാഭാവികമായും പുറത്തേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വിക്കറ്റ് കീപ്പർമാരുടെ കാര്യത്തിൽ KL രാഹുൽ ഏകദിനത്തിലെ പ്രധാന കീപ്പറായി തുടരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് കീപ്പറെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എ ടീമിൽ ഇഷാൻ കിഷനെയും പ്രഭ്സിറാജ് സിംഗിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുടെ പരിമിത ഓവർ ടീമുകളിൽ ഇഷാൻ കിഷൻ ഒരു നിർണായക സ്ഥാനത്തായി മത്സരിക്കുന്നുണ്ട്. യുവതാരമായ കിഷാനെ വാർത്തെടുക്കാനുള്ള ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ താല്പര്യവും വ്യക്തമാണ്. ഋഷഭ് പന്തിന്റെ പരിക്ക് പൂർണ്ണമായി മാറിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ടെസ്റ്റ്, T20 ഫോർമാറ്റുകളിൽ അദ്ദേഹത്തിന് പ്രാധാന്യം ലഭിച്ചേക്കാം. എന്നാൽ ഏകദിനത്തിൽ, പ്രത്യേകിച്ച് ലോകകപ്പ് പദ്ധതികളിൽ ഇഷാൻ കിഷാനിനായിരിക്കും മുൻഗണന. ഈ സാഹചര്യത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായുള്ള സഞ്ജുവിന്റെ തിരിച്ചുവരവ് സാധ്യതകൾ ഏതാണ്ട് അടഞ്ഞ മട്ടാണ്. ഏകദിനത്തിൽ മാത്രമല്ല, സഞ്ജു സാംസണിന്റെ T20 ടീമിലെ സ്ഥാനവും ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി മധ്യനിരയിലേക്ക് കൊണ്ടുവന്നതോടെ പ്രകടനത്തിൽ വന്ന ഏറ്റക്കുറച്ചിലുകൾ ടീം സെലക്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. മറുവശത്ത് ജിതേഷ് ശർമ്മയെ പോലുള്ള താരങ്ങൾ ലഭിച്ച അവസരം മുതലെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ സഞ്ജുവിന്റെ സാധ്യതകൾ വീണ്ടും കുറഞ്ഞു. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ പ്രധാന ടീമിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായി തഴയപ്പെട്ടാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഏറെ ദുഷ്കരമാകും. ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ടീമിന്റെ ഭാവിയിലേക്കുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ്. നിലവിലെ ലോകകപ്പ് സൈക്കിളിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയ താരങ്ങൾക്കുള്ള ബാക്കപ്പ് ഓപ്ഷനുകൾ കണ്ടെത്തുന്നതിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഓസ്ട്രേലിയൻ പരമ്പരയിൽ രോഹിത് ശർമ്മ തിളങ്ങിയെങ്കിലും വിരാട് കോഹ്ലിക്ക് ശക്തമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതെ പോയത് പുതിയ കളിക്കാർക്ക് സാധ്യത നൽകുന്നുണ്ട്. ഭാവി താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഈ നീക്കങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് പലപ്പോഴും അപ്രതീക്ഷിത തീരുമാനങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ 32 വയസ്സുകാരനായ ജിതേഷ് ശർമ്മയെ ക്യാപ്റ്റനായി നിയമിച്ചപ്പോഴും സഞ്ജു സാംസൺ തഴയപ്പെട്ടിരുന്നു. IPL രാജസ്ഥാൻ റോയൽസിന്റെ നായകനെന്ന നിലയിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജുവിന് ദേശീയ തലത്തിൽ ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടിയിട്ടുള്ള റെക്കോർഡ് സഞ്ജുവിന് ഉണ്ടായിരുന്നിരിക്കെ അതേ നാട്ടിലേക്ക് പോകുന്ന ടീമിൽ നിന്ന് പോലും അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇത് ടീം മാനേജ്മെന്റിന്റെ ദീർഘകാല കാഴ്ചപ്പാടിൽ സഞ്ജുവിന് സ്ഥാനമില്ല എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. ഈ ടീം സെലക്ഷനിൽ യശസ്വി ജയ്സ്വാളിനെ പോലുള്ള യുവതാരങ്ങൾ ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെട്ടതും ശ്രദ്ധേയമാണ്. മറുവശത്ത് അഭിഷേക് ശർമ്മയെ ഏകദിന ഫോർമാറ്റിലേക്ക് വളർത്തിയെടുക്കാൻ ഗംഭീർ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു വലിയ പരിവർത്തനത്തിന്റെ പാതയിലാണ്. ഈ വഴിത്തിരിവിൽ നിലവിലെ പല താരങ്ങളുടെയും, പ്രത്യേകിച്ച് സഞ്ജു സാംസന്റെ കരിയർ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാവി ലോകകപ്പ് ടീമുകളുടെ രൂപീകരണത്തിനായി നടത്തുന്ന ഈ കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു.